തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇ.ഡി. നോട്ടീസുമായി വരരുതെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും. ഇന്ത്യ മുന്നണി കേസിൽ കൃത്യമായ അന്വേഷണം നടത്തും. കരുവന്നൂരിലെ ഇ.ഡി. നടപടി ഡീലിന്റെ ഭാഗമാണ്. നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം കാണിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം. അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതായാലും ജൂൺ 4 കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുവരെ ഈ ഇ.ഡിയും കെ.ഡിയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്. അത് അദ്ദേഹം നിർവഹിക്കണം. അതായത് ഡീലിൻ്റെ ഭാഗമാണ്. ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡീല് ഇവിടുന്ന് ഒരാളെ BJP ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ സജീവമായിട്ടുള്ള ചില നിഷ്ക്രിയരാവും, ചില സൈലൻ്റ് ആവും. അപ്പോൾ ഉറപ്പിക്കും.